ഈ പുറംകടലിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ആരാന്ന് നിങ്ങക്ക് മനസ്സിലായി? നമ്മുടെ പത്രോസാണ്, ഹീമോ പത്രോസേ. കുറെ നേരമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മീൻ പോലും വല കയറിയിട്ടില്ല. അങ്ങനെ വലയിട്ട് പുള്ളിക്ക് വട്ടായപ്പോ പുള്ളി തിരിച്ചു പോരാന്നങ്ങ് തീരുമാനിച്ചു. വള്ളം കരക്കടുത്തപ്പോ നിൽക്കണം നമ്മുടെ കർത്താവ്. മീൻ വല്ലതും കിട്ടിയാടാ മകാനെ? കർത്താവ് ചോദിച്ചു. മീൻ പോയിട്ട് ഒരു കുളവാഴ പോലും കിട്ടിയില്ല എന്ന് പത്രോസും ചെറിയൊരു ചിരി പാസാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, വലത്താട്ടങ്ങട്ട് വീശട മകാനെ. പിന്നെ പുറം കടലിൽ വീശിയിട്ട് കിട്ടിയില്ല. പിന്നെയാണ് ഈ കര കൊണ്ടുവന്ന് വീശിയിട്ട്. എന്തായാലും കർത്താവ് പറഞ്ഞാലേന്നോർത്ത് ഒരു വീശ അങ്ങോട്ട് വീശി. എന്റെ അമ്മേ, എന്താടാ ഒരു കുലുക്കം? വല വലിച്ച് കയറ്റാൻ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ചാകരയാണ്, ചാകര. കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പത്രോസ് ഒരു വിധത്തില് വല വലിച്ച് വള്ളത്തിലിട്ട്. അവരുടെ സന്തോഷം കണ്ടപ്പോ കർത്താവിന് സന്തോഷായി. വള്ളത്തിൽ കിടക്കണ മീൻ കണ്ട് കിളി പോയി. പത്രോസ് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അങ്ങ് നിന്ന്. ഇത് കണ്ട് കർത്താവ് പത്രോസിനോട് ചോദിച്ചു, വലിയ പത്രാസൊന്നും കാണിക്കാണ്ട് കൂടെ പോലോ പത്രോസേന്ന്. കേട്ട വാതി കേക്കാത്ത വാതി. പത്രോസും പിള്ളേരും കർത്താവിന്റെ കൂടെ അങ്ങ് കൂടി. അന്ന് തൊട്ട് ഇന്ന് വരെ പത്രോസും പിള്ളേരും കർത്താവിന്റെ കൂടെ തന്നെയാണ്. ചിലപ്പോ ഇതേപോലെ മീൻ കിട്ടാതെ നമ്മളും ഇതേപോലെ ഒരു നിപ്പങ്ങാട്ട് നിൽക്കും. അപ്പൊ കർത്താവ് വന്നേച്ചു പറയും, ഇടത്താട്ട വലത്താട്ട എങ്ങാട്ടെങ്കിലും ഒന്ന് വീശാൻ. അപ്പൊ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ലട്ടാ, പത്രോസ് പറയാൻ പറഞ്ഞാണ്.